കാപട്യം നിറഞ്ഞ ലോകത്തെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ലാത്ത ഒരു നിഷ്കളങ്കയായ സ്ത്രീയായിരുന്നു അവരെന്നാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ പലയിടത്തും വിളിച്ചു പറഞ്ഞു, ആ പൈസ എനിക്ക് സിനിമ പിടിക്കാനെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ളത് ലോകത്തെ അറിയിക്കുന്നതിന് ഒരു സിനിമ രീതിയിൽ നമുക്കത് പ്രദർശിപ്പിക്കാൻ പറ്റും, അങ്ങനെ ലോക ജനത അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അവരുടെ പിന്നാലെ കൂടി. അങ്ങനെ അവർ കുറേ പൈസ ഇവരിൽ നിന്നും സിനിമ പിടിക്കാനാണെന്നും പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവർക്ക് കിട്ടിയ ആ പൈസ അവർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാതെ അവരിൽ നിന്നും തട്ടിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ളവരാണുള്ളത്. എന്നിട്ടോ അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ അവരലഞ്ഞു തിരിയുമ്പോഴും അവരെക്കുറിച്ച് വളരെ മോശമായ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിയമവിദ്യാർത്ഥിയായ ജിഷയെ വളരെ ക്രൂരമായി കൊല ചെയ്തു. ആ കൊലയാളി ജീവിച്ചിരിക്കെ ആ ജിഷയുടെ മരണത്തിൽ ജിഷയ്ക്കും നീതി കിട്ടിയിട്ടില്ല. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയുടെ പിതാവ് പാപ്പുവിനും നീതി കിട്ടിയിട്ടില്ല. ഈ സമൂഹത്തിലാണ് ജിഷയുടെ അമ്മ രാജേശ്വരിയുടെ കയ്യിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തി. അവരത് ധൂർത്തടിച്ച് ചെലവഴിച്ചു. അവർ ആഡംബര ജീവിതം നയിക്കുന്നു, കാറിൽ യാത്ര ചെയ്യുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അവരെ ക്രിറ്റിസൈസ് ചെയ്തു. അവരുടെ പേരിലും കളക്ടറുടെ പേരിലും ജോയിൻ്റ് അക്കൗണ്ടിൽ കിടന്ന പണം അവർ ഒരിക്കൽ പോലും ആ അക്കൗണ്ട് കണ്ടിട്ടില്ല, അതിൽ നിന്നൊരു പൈസ പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് അവർ പല മാധ്യമങ്ങളോടും വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ആ പണം എവിടെ പോയി? ആ പണത്തെക്കുറിച്ച് അന്വേഷിക്കാതെയോ ആ പണം ഏത് വഴിക്ക് ചെലവഴിച്ചു എന്ന് അന്വേഷിക്കുന്നതിന് പകരം അവർ പണ്ടെങ്ങോ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു എന്ന് പറഞ്ഞ് അവരെ വിമർശിച്ചവരാണ്. അവർ ഗതികേടിന് ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും പോയിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ആ ഒരു വെളിച്ചത്തിൽ അവർ ഒരുപാട് പേര് ട്രോളിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ നിരപരാധികളായ ആളുകൾക്ക് നീതി വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇവരെ ഇങ്ങനെ വിമർശിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കേരളീയരുടെ മാനസിക നിലയിൽ ഇനിയും ഒരു മാറ്റം വരണം. നീതി കിട്ടാതെ മരിച്ച അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അത്രയല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇനിയെങ്കിലും ഇങ്ങനെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ മനസ്സിലാക്കുക. എന്തായാലും ആ ദുരന്തത്തിൽ നിന്നെല്ലാം അവർക്കിന്ന് മോചനം കിട്ടി. നമ്മുടെ രാജേശ്വരി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നമുക്കതിൽ അനുശോചനം രേഖപ്പെടുത്താം.